മിയ തന്റെ മുറിയിൽ കളിപ്പാട്ടങ്ങളുമായി ഒരു കൊച്ചു ലോകം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. വെയിലേറ്റ് തിളങ്ങുന്ന അവളുടെ മനോഹരമായ കളിമുറിയിൽ നിറമുള്ള കട്ടകൾ കൊണ്ട് അവൾ ഒരു വലിയ ഗോപുരം പണിതു. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടത്. മിയ, കൈകൾ കഴുകി വന്ന് ഭക്ഷണം കഴിക്കൂ. എന്നാൽ മിയ കേട്ടില്ലെന്ന് നടിച്ചു. അവളുടെ ശ്രദ്ധ മുഴുവൻ ആ ഗോപുരത്തിലായിരുന്നു. സോഫിയ മെല്ലെ മിയയുടെ അരികിലേക്ക് നടന്നുവന്നു. മുറിയിലെ ജനലിലൂടെ വരുന്ന സ്വർണ്ണ വെളിച്ചം അവരെ പൊതിഞ്ഞു നിന്നു. സോഫിയ മിയയുടെ അരികിൽ തറയിലിരുന്നു. മോളെ, അമ്മ വിളിക്കുമ്പോൾ മറുപടി പറയുന്നതും അനുസരിക്കുന്നതും എന്തിനാണെന്ന് മിയയ്ക്കറിയാമോ? സോഫിയ വളരെ ശാന്തമായും സ്നേഹത്തോടെയും ചോദിച്ചു. മിയ തന്റെ കൈയിലെ കട്ട താഴെ വെച്ചു. എനിക്കെപ്പോഴും കളിക്കാനാണിഷ്ടം അമ്മേ. എന്തിനാണ് ഞാൻ എപ്പോഴും അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്? എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്തൂടെ? മിയ അല്പം പരിഭവത്തോടെ ചോദിച്ചു. മിയയുടെ ചോദ്യം കേട്ടപ്പോൾ സോഫിയയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മിയയ്ക്ക് ഒരു കഥ കേൾക്കണോ? ദൈവം നോഹയോട് പറഞ്ഞ ഒരു വലിയ കാര്യത്തെക്കുറിച്ചുള്ള കഥ. സോഫിയ കഥ പറയാൻ തുടങ്ങി. മിയയുടെ ഭാവനയിൽ ആ രംഗം വിരിഞ്ഞു വന്നു. പണ്ട് ദൈവം നോഹയോട് ഒരു വലിയ പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു. ആകാശത്ത് ഒരു മഴമേഘം പോലുമില്ലാത്ത നേരത്തായിരുന്നു അത്. എന്തിനാണ് ഇപ്പോൾ ഒരു വലിയ കപ്പലുണ്ടാക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിച്ചെങ്കിലും നോഹ ദൈവത്തെ അനുസരിച്ചു. പശ്ചാത്തലത്തിൽ ഉളിയും ചുറ്റികയും മരത്തിലടിക്കുന്ന ശബ്ദം കേൾക്കുന്നതുപോലെ മിയയ്ക്ക് തോന്നി. നോഹ ദൈവത്തെ അനുസരിച്ച് ആ വലിയ പെട്ടകം പൂർത്തിയാക്കി. മൃഗങ്ങളെല്ലാം ജോഡികളായി ആ പെട്ടകത്തിനുള്ളിൽ കയറി. പെട്ടെന്നാണ് ആകാശം കറുത്തിരുണ്ടത്. ഇടിമിന്നലിന്റെ വലിയ ശബ്ദം മുഴങ്ങി. കനത്ത മഴ പെയ്യാൻ തുടങ്ങി. കാറ്റും മഴയും തിരമാലകളും ആഞ്ഞടിക്കുന്ന ഒരു സിനിമാരംഗം പോലെ മിയ അത് സങ്കൽപ്പിച്ചു. ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോഴും ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് നോഹയും കുടുംബവും ആ പെട്ടകത്തിനുള്ളിൽ സുരക്ഷിതരായിരുന്നു. അനുസരണ എന്നത് ആ വലിയ പെട്ടകം പോലെയാണ് മോളെ. അത് നമ്മളെ കൊടുങ്കാറ്റുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കും, സോഫിയ പറഞ്ഞു. പെട്ടകം ശാന്തമായി വെള്ളത്തിനു മുകളിലൂടെ ഒഴുകി നടക്കുന്നത് മിയ ഭാവനയിൽ കണ്ടു. മിയയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ തന്നെ വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും തന്നെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണെന്നും അത് തന്റെ സുരക്ഷയ്ക്കാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. അനുസരണ എന്നത് വെറുതെ പറയുന്ന ഒന്നല്ല, മറിച്ച് അതൊരു കരുതലാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. ക്ഷമിക്കണം അമ്മേ, ഇനി മുതൽ അമ്മ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേൾക്കും. വൈകുന്നേരം അവർ അടുത്തുള്ള പാർക്കിൽ നടക്കാൻ പോയി. മഴ പെയ്തു തോർന്ന സമയമായതിനാൽ വഴിയിൽ ചെറിയ വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. മിയ, ആ വെള്ളക്കെട്ടിൽ ചാടരുത്. നിന്റെ വസ്ത്രം ചീത്തയാകും, കാലു വഴുതി വീഴാനും സാധ്യതയുണ്ട്, സോഫിയ മുന്നറിയിപ്പ് നൽകി. മിയ വെള്ളത്തിലേക്ക് നോക്കി നിന്നു. പഴയ മിയ ആയിരുന്നെങ്കിൽ അവൾ സന്തോഷത്തോടെ ആ വെള്ളത്തിലേക്ക് ചാടിയേനെ. എന്നാൽ ഇപ്പോൾ അവൾ നോഹയുടെ പെട്ടകത്തെക്കുറിച്ചും അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ഓർത്തു. അവൾ മെല്ലെ ആ വെള്ളക്കെട്ടിന് ചുറ്റും നടന്നു. അവളുടെ പാവാടയും ഷൂസും ഒട്ടും അഴുക്കായില്ല. അമ്മ പറയുന്നത് കേട്ടപ്പോൾ കിട്ടിയ സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു. മിടുക്കിക്കുട്ടി, സോഫിയ അവളെ ചേർത്ത് പിടിച്ചു. അസ്തമയ സൂര്യന്റെ സ്വർണ്ണ നിറം അവരെ പുണർന്നു നിന്നു. അനുസരണയുള്ള കുട്ടിയായിരിക്കുന്നത് തനിക്കു മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്നവർക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് മിയ അന്ന് പഠിച്ചു. അവൾ അമ്മയുടെ കൈകൾ പിടിച്ചു തുള്ളലിച്ചാടി വീട്ടിലേക്ക് നടന്നു.